ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബോളാണ്. നിങ്ങൾ വിചാരിക്കും ഇതൊരു ഫുട്ബോൾ ആണ് എന്ന്. അല്ല, ഇത് എക്സസൈസ് ബോളാണ്. ഇത് ഒരു 10 കിലോ വെയിറ്റ് ഉണ്ട്. 15 കിലോൻ്റെ വേറെയുമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതേപോലെ ഒരു ബോള് മേടിക്കാൻ വേണ്ടി സാധിക്കും. മേടിക്കുന്നത് നല്ലതാണ്. ഇനി ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന എക്സസൈസിൽ വരുന്നുണ്ട്. എന്നാൽ ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇതുകൊണ്ട് ഗുണങ്ങൾ പലതുണ്ട്. നമുക്ക് ദേഷ്യമുണ്ട് എങ്കിൽ ആ ദേഷ്യം തീർക്കാൻ ഏറ്റവും പറ്റുന്ന ഒരു ബോളായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നിങ്ങൾ എങ്ങനെ കാണുന്നുണ്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പറഞ്ഞത് ശരിയാണോ അല്ലേ? നമുക്ക് വലിയ ദേഷ്യകാര്യം ഉണ്ടെങ്കിൽ ഇതിമ തീർക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ വീഡിയോ കാണുക. നമ്മൾ പഠിച്ച എക്സസൈസുകൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. പത്ത് കിലോ വെയിറ്റുള്ള ബോളാണ്. ഓക്കെ, ശരീരം ആക്റ്റീവ് ആവും. ഹലോ ഗായ്സ്, നമ്മൾ എക്സസൈസ് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന എക്സസൈസിൽ നമ്മൾ പാർട്ട് 1, പാർട്ട് 2, ഇത് പാർട്ട് 3 ആണ്. ഈ പാർട്ട് 3യിൽ നമ്മൾ ചെയ്യുന്നത് ട്രെയിൻ ചെയ്ത ആദ്യത്തെ 4 എക്സസൈസും അതിനുശേഷം പഠിച്ച 3 എക്സസൈസും ഒരുമിച്ച് ചെയ്യുന്ന ഈ വീഡിയോ. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ട് പെട്ടെന്ന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മറന്നു പോകാതെ നിൽക്കാൻ. എൻ്റെ ഈ വീഡിയോ ആണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ആദ്യമായിട്ട് അവർ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, തംബ്ലൈൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, നല്ല കമൻറ്റുകൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ വീഡിയോ ആരംഭിക്കുകയാണ്. നിങ്ങൾ കൗണ്ട് ചെയ്യുക. ഞാൻ സ്പീഡിൽ 7 സ്റ്റെപ്പും കൗണ്ട് ചെയ്തു പോകും. നിങ്ങളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടത്. നമ്മളൊരു പെട്ടെന്ന് ഞാൻ ചെയ്തു പോകും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, കൗണ്ടിങ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ തന്നെയാണ്. അതിലൊരു മാറ്റവുമില്ല. രണ്ട്, 3, 4, 5, 6, 7, 8, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 45, 46, 47, 48, 49, 50. 1, 2, 3, 4, 5, 6, 10, 11, 12, 13, 14, 15, 16, 19, 20, 21, 25, 26, 27, 28, 29, 30, 35, 36, 37, 38, 40. 1, 2, 3, 4, 5, 6, 7, 8, 10, 11, 12, 13, 14, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. 1, 2, 3, 4, 5, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 26, 27, 28, 29, 30, 31, 32, 33, 34, 35,
45, 46, 47, 40, 49, 50. അത് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 30 തന്നെ ചെയ്താൽ മതി. നിങ്ങൾ തുടക്കം 30 തന്നെ ചെയ്താൽ മതി. പ്രാക്ടീസ് ആകുന്നതിനനുസരിച്ച് നിങ്ങൾ അത് 50ലേക്ക് കൊണ്ടുപോയാൽ മതി. അതിൽ കൂടുതൽ ചെയ്താലും വിരോധമല്ല. 30 മുതൽ 50 വരെയാണ് അത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൗണ്ട് ഒന്നുകൂടി കുറക്കാം. ഇപ്പോൾ പ്രാക്ടീസ് ആയതുകൊണ്ട് ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം 4 നമ്മൾ ചെയ്തു. ഇനി അഞ്ചാമത്താണ് ചെയ്യുന്നത്. 4 3 ഇപ്പോൾ കാണിച്ചത്. ഒരെണ്ണം കൂടി ചെയ്യുക, അതിനുശേഷം 3 ചെയ്യുക. ഓക്കെ, അപ്പം ടോട്ടൽ 7 ആയിട്ടുണ്ടാവും. ഈ ചെയ്യുന്നത് 7 സ്റ്റെപ്പ് ആയിട്ടുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒന്ന്, രണ്ട്, 6, 7, 8, 19, 20, 21, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 40, 41, 42, 43, 46, 47, 50. തലേണ്ടത് നിങ്ങൾ 100 പ്രാവശ്യം തന്നെ ചെയ്യണം. ഞാനിപ്പോൾ ഒരു 50 പ്രാവശ്യമാണ് ചെയ്യുന്നത്. പോയിന്റ് എങ്ങനെയാണോ കാണിച്ചു തന്നത് അതുപോലെ പിടിക്കുക. 2 കൈ സെന്ററിൽ വെച്ചിട്ടുകൊണ്ട് 1 ഇഞ്ച് ഈ കൈയും താത്തുക, 1 ഇഞ്ച് ഈ കൈയും താത്തുക. അപ്പൊ 2 ഇഞ്ച് സെന്ററിന് അപ്പുറത്തോ താന്ന് കിട്ടും. എന്നിട്ട് 5 വിരലും തലയിൽ പതിക്കുന്ന വിധത്തിൽ തന്നെ ചെയ്യണം 100 പ്രാവശ്യം. അത് ഞാനിപ്പോൾ 50 പ്രാവശ്യമാണ് കാണിക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 10, 11, 12, 13, 14, 15, 16, 19, 20, 21, 22, 24, 25, 29, 30, 31, 32, 33, 34, 35, 36, 39, 40, 41, 42, 43, 40, 47, 48, 49, 50. 100 ചെയ്യേണ്ടത്. ഞാൻ 50 നിർത്തുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഈ 2 വിരൽ, ചൂണ്ടാൻ വിരൽ നെറ്റിയുടെ സെൻട്രലായിട്ട്, പുരികത്തിന്റെ സെൻട്രലിൽ 2 ഭാഗത്തായിട്ടും, ചൂണ്ടാൻ വിരൽ ഈ കുഴിയിലായിട്ടും വരേണ്ടത് പ്രത്യേകം കാണുക, ശ്രദ്ധിക്കുക. തല കുറച്ച് പൊന്തിച്ചുകൊണ്ട് 50 പ്രാവശ്യം. 1, 2, 6, 7, 8, 9, 10, 11, 12, 14, 15, 16, 17, 18, 20, 24, 25, 26, 27, 28, 29, 32, 33, 34, 35, 36, 40, 41, 42, 43, 44, 45, 46, 48, 49, 50. ഇതും 100 ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഞരമ്പുകൾ ഫുൾ ശരീരത്തിന് ആക്റ്റീവ് ആകുന്ന എക്സസൈസുകളാണ്. മിസ് ചെയ്യരുത് സഹോദരന്മാരെ. ഇതൊക്കെ നല്ല പൈസ കൊടുത്തിട്ട് ട്രെയിൻ ചെയ്തെടുത്ത എക്സസൈസുകളാണ്. ചുമ്മാ കാണിക്കുന്ന എക്സസൈസുകളല്ല. ഇതിനെ നിസ്സാരമായി കാണരുത്. ഓക്കെ, പിന്നെ കാണിച്ചിട്ടുള്ളത് ഈ 3 വിരൽ ഇങ്ങനെ തന്നെ പിടിക്കുക. ചെറുവിരൽ ഇങ്ങനെ മാറി നിൽക്കണം, തന്താ വിരലും മാറി നിൽക്കണം. എന്നിട്ട് മോതിര വിരൽ ഈ കുഴിന്റെ അറ്റത്ത് വരണം, അതിന്റെ അപ്പുറത്ത് നടുവിരൽ വരണം, അതിന്റെ അപ്പുറത്ത് ചൂണ്ടാൻ വിരൽ വരണം. ഇതേപോലെ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 50 പ്രാവശ്യം. ഇതും 100 പ്രാവശ്യം ആക്കാൻ വേണ്ടി ശ്രമിക്കുക, പ്രാക്ടീസ് മുഴുവൻ ആയതിനു ശേഷം. ഇപ്പോൾ പ്രാക്ടീസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ കൗണ്ടിങ് പറയുന്നത്. മൊത്തത്തിലായി വരുമ്പോൾ ഇതിന്റെ കൗണ്ടിങ്ങിന് വ്യത്യാസം വരും. അതിന്റെ കാരണങ്ങളും ഞാൻ വിശദീകരിക്കുന്നതാണ്. മുഴുവൻ വീഡിയോ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. തലവേദന, ടെൻഷന്, പിരിമുറുക്കം, ഉറക്കില്ലായ്മ, എല്ലാ സംഗതിയും മാറിക്കിട്ടുന്ന വളരെ ഫലവത്തായ എക്സസൈസാണ് ഇത്. നിങ്ങൾ നിർബന്ധമായും പ്രാക്ടീസ് ചെയ്യണം. 50 പ്രാവശ്യം ഇതും ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച എക്സസൈസ് 7 സ്റ്റെപ്പ് പൂർത്തിയായി. ഇതിന് ശേഷം അടുത്ത വീഡിയോ പ്രതീക്ഷിക്കുക. താങ്ക് യു.
ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങൾക്ക് വിശദമായി പഠിപ്പിച്ചു തരുന്ന ഈ എക്സസൈസ് വീഡിയോസുകൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ എക്സസൈസുകളാണ്. ഇതൊന്നും നിസ്സാരമായി കാണരുത്. നിങ്ങൾക്ക് ടെൻഷൻ, തലവേദന, പിരിമുറുക്കം, മനസമാധാന കമ്മി എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾക്ക് പല വിധത്തിലുള്ള അഭ്യാസങ്ങളും യോഗകളും എക്സസൈസുകളും ഉണ്ട്. പല വിധത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നവരുമാണ്. എന്നാൽ ചെയ്യാത്ത ധാരാളം ആളുകളുണ്ട്. വീട്ടിലിങ്ങനെ ചുമ്മാ വെറുതെ ഇരിക്കും. ഭക്ഷണം കഴിച്ച് സമയം കളഞ്ഞ് മൊബൈലും കണ്ടിരിക്കും. അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സ്വയം ഏറ്റെടുക്കേണ്ടി വരും. ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ പോലെ നമ്മൾ ആവാതിരിക്കാൻ ഏത് സമയം നല്ല ആക്റ്റീവായി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ചെയ്തേ പറ്റൂ. അപ്പോൾ നിങ്ങളത് കാണുക, വീഡിയോ കാണുക. ഇതിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായി 1 മണിക്കൂർ വീട്ടിലിരുന്നു കൊണ്ട് ഒരു എക്യുപ്മെന്റ്സും ഇല്ലാതെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ വളരെ കൃത്യമായി ഓരോന്നോരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഞാൻ ഇടുന്ന വീഡിയോസ് രാത്രി 5 മണിക്ക്, രാവിലെ പകൽ 5 മണിക്ക് പോയി ജിമ്മിൽ ചെയ്യുന്നത് കൊണ്ട് ഇരുട്ടായിരിക്കും. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഭാഗം തന്നെ ഇരുട്ടാണ്. അങ്ങനെയാണ് അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. ഡാർക്ക്, അതിൽ വാം ലൈറ്റ് ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും എക്സസൈസ് ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സുഖം അവിടെ ആസ്വദിക്കാൻ വേണ്ടി പറ്റും. ഒരു പ്രത്യേക ഒരു സുഖമായിരിക്കും. അപ്പം ഇതിപ്പോ വെളിച്ചത്തിരുന്നു കൊണ്ട് എൻ്റെ വീട്ടിലിരുന്നു കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മൾ ഈ എക്സസൈസുകൾ ചെയ്യേണ്ടത് എന്ന് സ്വയം വിലയിരുത്തുക. എക്സസൈസ് ആവശ്യമുണ്ടോ അതും വിലയിരുത്തുക.